ഹലോ, സമയം പുലർച്ചെ 2 മണിയായിട്ടുണ്ട്. ഇന്നാണ് ഇവിടെ കല്യാണം ബ്രദറിൻ്റെ. അപ്പം ഞാനും ബേബിയും പപ്പയും മാത്രമേ വീട്ടിലെത്തിയിട്ടുള്ളൂ. അമ്മയും ചേട്ടനും ഇച്ചായനൊക്കെ ഇപ്പോഴും കല്യാണ വീട്ടിലാണ്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിതുവരെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. അപ്പം ഞാൻ അവരെ കാത്തിരിക്കുകയാണ് വരാൻ വേണ്ടിയിട്ട്. ഞാനിത് മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രാവിലെ നേരത്തെ എണീറ്റിട്ട് പോകണം. ഒരുക്കമാണ് തീരാത്തത്. ഒരുപാട് നേരം വേണം ഒരുക്കത്തിന്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല, ബേബീനെയും കൂടി ഒരുക്കുമ്പോൾ നല്ല സമയമെടുക്കും. അങ്ങനെ കല്യാണ ദിവസമായിട്ടുണ്ട്. കല്യാണത്തിൻ്റെ രാവിലെയാണ് കേട്ടോ ഇത്. നല്ല ചിരിച്ചു നിന്നു കേട്ടോ. നല്ല രസമുണ്ട് ഒരുങ്ങിയത്. അന്നപ്പോൾ ആരാ ഒരുക്കി തന്നെ? ആണോ? മുടി കെട്ടിയതാണ് പ്രശ്നം. ഇതാണ് കേട്ടോ കല്യാണപ്പെണ്ണ്. ബെറ്റി എന്നാണ് പേര്. ഇവിടെ വിംസ് ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. പെണ്ണ് ചെക്കനെ കാത്തിക്കുകയാണ് കേട്ടോ വരാൻ വേണ്ടിയിട്ട്. കല്യാണ ചെക്കൻ വന്ന് പെണ്ണിനെ ഇറക്കിയിട്ട് വേണം പള്ളിയിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. ആ കൂടെ ഉള്ളത് ചേച്ചീൻ്റെ ചേച്ചിയാണ്. 2 ചേച്ചിമാരാണ് ബെറ്റി ചേച്ചിക്ക് ഉള്ളത്. ഇവർ മൊത്തം 3 പെൺകുട്ടികളാണ്. അങ്ങനെ ഞങ്ങൾ വേഗം പള്ളീൻ്റെ ഉള്ളിൽ കയറി മന്ത്രകോടി ഇവരുടെ മോതിരവും താലിമാലയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വേഗം പള്ളിയിലേക്ക് കയറി. ചേച്ചീനെ കാറിൽ തന്നെ ഇരുത്തിയിട്ട്. അപ്പോഴും കല്യാണച്ചൊക്കെ എത്തിയിട്ടുണ്ടായില്ല. ബേബിയും അമ്മയൊക്കെ നല്ല മുല്ലപ്പൂവൊക്കെ ചൂടി നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് അമ്മമ്മേൻ്റെ അനിയത്തിയാണ്. മംഗലാപുരം ആട്ടോ ഇവരൊക്കെ. അപ്പോൾ കുറേ അനിയത്തിമാരുണ്ട് അമ്മമ്മയ്ക്ക്. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ട് കല്യാണം കൂടാൻ വേണ്ടിയിട്ട്. ആരെടുത്താലും കരച്ചിലാണ്. പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ നിൽക്കുന്നുള്ളൂ. കല്യാണത്തിൻ്റെ തലേന്ന് വൈകുന്നേരമാണ് എൻ്റെയും ബേബീൻ്റെയും ഡ്രസ്സ് തയ്ച്ച് കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് ഇട്ടുപോലും നോക്കിയിട്ടുണ്ടായില്ല. രാവിലെ എണീറ്റിട്ടാണ് അത് ഇട്ട് നോക്കുന്നത്. അപ്പോൾ ബേബീൻ്റെ ഒക്കെ നല്ല ലൂസായിരുന്നു. എന്നിട്ട് ഞാൻ രാവിലെ ഇരുന്നിട്ട് ഷേപ്പൊക്കെ പിടിച്ചിട്ടാണ് വീണ്ടും ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കല്യാണച്ചക്കൻ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പെണ്ണിനെ നമ്മൾ കാറിൽ നിന്ന് ഇറക്കും. അങ്ങനെ ഇതാണ് കേട്ടോ കല്യാണച്ചക്ക. ഇതാണ് ബ്രദറ്. ഇവർ ഭയങ്കര ടെൻഷനിലാണ്. കാരണം പെണ്ണിൻ്റെ ഇടവകയിൽ നിന്ന് കല്യാണക്കുറി കൊണ്ടുവന്നിട്ടില്ല. നമുക്കിവിടെ കല്യാണക്കുറി ഏൽപ്പിക്കണം അച്ഛൻ്റെ കയ്യിൽ. അപ്പോൾ അത് ഇതുവരെ കിട്ടിയിട്ടില്ല. കല്യാണക്കുറി ഇവിടെ ഏൽപ്പിച്ചാലേ നമ്മളച്ഛൻ കല്യാണം നടത്തി തരുള്ളൂ. അങ്ങനെ പെണ്ണിൻ്റെ ഭാഗത്തു നിന്ന് ഒരാൾ പോയിട്ട് അമ്പലവയൽ പള്ളിയിൽ നിന്ന് കുറി വാങ്ങി കൊണ്ടുവന്ന് കൊടുത്തു അച്ഛന്. അങ്ങനെ നമ്മൾ ഇതാ മന്ത്രകോടിയും അതിൻ്റെ മന്ത്രകോടീൻ്റെ നൂലിൽ താലിയും പിന്നെ തൊട്ടടുത്ത് തന്നെ താലിമാലയും പിന്നെ ഇവരുടെ 2 പേരുടെയും മോതിരങ്ങളും വെച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ 2 കൊന്തയുണ്ട് കേട്ടോ. അച്ഛൻ വെഞ്ചരിച്ചിട്ട് ഇവരുടെ കഴുത്തിൽ കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 കൊന്തയും വെച്ചിട്ടുണ്ട്. പ്രിയമക്കളെ, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവനും പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? പ്രിയമക്കളെ, ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കാനും ക്രിസ്തുവിൻ്റെ സഭയുടെ പ്രബോധനം അനുസരിച്ച് വളർത്തുവാനും നിങ്ങൾ സന്നദ്ധരാണോ? വിവാഹോടമ്പടി ചെയ്യാൻ പോകുന്ന നിങ്ങൾ വലത് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെയും മുമ്പാകെ സമ്മതം പ്രകടമാക്കുക. ഞാൻ നിന്നെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശുദ്ധയോടും സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യും. ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ
മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ താലികെട്ടും കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിട്ടോ. പിന്നെ ഫുൾ ഫോട്ടോഷൂട്ടാണ് ഇവരുടെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും. അങ്ങനെ ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബാക്കി എല്ലാവരും മന്ത്രകോടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഉടുപ്പിച്ച് കൊടുക്കാൻ പ്ലേറ്റൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഹോളിലേക്ക് പോയി. നമ്മൾ കൂടെ ഉള്ളവരൊക്കെ ചേച്ചിമാരൊക്കെ അങ്ങോട്ടേക്ക് പോയി. ചെക്കനും പെണ്ണും ഡ്രസ്സ് മാറുന്നുണ്ട്. ചേച്ചീൻ്റെ ഡ്രസ്സിൻ്റെ മാച്ചായിട്ട് മന്ത്രകോടിന് മാച്ചായിട്ട് കളറിൽ ചേട്ടന് ഷർട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് സമയം എടുത്തിട്ടോ ഡ്രസ്സ് മാറ്റിക്കാൻ വേണ്ടിയിട്ട്. കാരണം ചേച്ചീൻ്റെ സാരീനെ പ്ലേറ്റ് പിടിച്ചിട്ട് കിട്ടുന്നേ ഉണ്ടായിട്ടില്ല. ഒരുപാട് നേരം പിടിച്ച് ലാസ്റ്റാണ് ഒരു വൃത്തിക്കായിട്ട് കിട്ടിയത്. 2 മണിക്കൂറിൻ്റെ അടുത്തേറ്റായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗോൾഡ് ഇടിക്കില്ല നമ്മൾ അതിൻ്റെ മേലെക്കൂടെ, സാരീൻ്റെ മേലെക്കൂടെ. അതിൽ കമ്മലിടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ചേച്ചീൻ്റെ കമ്മലിൻ്റെ ആണി വലുതും ചേച്ചീൻ്റെ കാതിൻ്റെ ഓട്ട ചെറുതുമായിപ്പോയി. അങ്ങനെ കുറേ നേരം അതിന് പോയി. പിന്നെ ഞങ്ങൾ നല്ല നേരം വൈകി വീട്ടിലേക്ക് വീട്ടിൽ വെച്ചിട്ടാണ് പരിപാടി. എന്നിട്ട് ഞങ്ങൾ വേഗം പോവുകയാണ് കാറിൽ. ചെക്കനും പെണ്ണിൻ്റെയും കാറ് നേരത്തെ മുന്നിൽ പോയിട്ടുണ്ടായി. അപ്പോൾ അവർ പുറക്കാലെ വെച്ച് വിടുകയാണ്. കാരണം അവരെത്തുന്നതിന് മുന്നേ ഞങ്ങൾക്ക് എത്തണം. കാരണം ചേച്ചീൻ്റെ മുഖത്തത്തെ മേക്കപ്പൊക്കെ കുറച്ച് ഒലിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മേക്കപ്പ് സാധനങ്ങളൊന്നും അങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഇടിയിച്ചിട്ട് വേണം കാറിന്ന് പുറത്തേക്ക് ഇറക്കാൻ. മേക്കപ്പ് ഇടിയിച്ചിട്ട് വേണം കാറിന് പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കൂടെ ഇരിക്കുന്നത് അമ്മേൻ്റെ ചേച്ചീൻ്റെ മോളും ചേച്ചീൻ്റെ പിള്ളേരുമാണ് കേട്ടോ. 2 ആൺകുട്ടികളാണ് ചേച്ചിക്ക്. അത്യാവശ്യം വലിയൊരു കല്യാണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഒരുപാട് പേര് പോയിട്ടുണ്ടായി. 2 മണിയൊക്കെ ആയി ഞങ്ങൾ അവിടേക്ക് എത്തുമ്പോൾ തന്നെ. വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. എടുത്ത കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ വീഡിയോയിൽ ഇടുന്നുള്ളൂ. കുറേ കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നാമത് ഫോൺ എൻ്റെ കയ്യിലായിരിക്കില്ല. ഫോൺ ഉണ്ടാകുമ്പോൾ മാത്രമേ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ മിസ്സായി പോയിട്ടുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് മാറ്റിയാൽ മതി. മാറ്റിക്കോളൂ, ദീപം മാറ്റിക്കോളൂ. കൊടുക്കണല്ലോ എല്ലാവർക്കും. ഒരു കഷ്ണം എടുത്തിട്ടേ നീ ഇവർക്ക് 2 പേർക്ക്. അവർക്ക് കൊടുക്കട്ടെ. അതായത് ജോബിനെ ടിഷ്യൂ കൂടി ഉണ്ട്, ടിഷ്യൂ ഉണ്ട്. എല്ലാരും ഒന്ന് കൈയടിക്കണേ. ചേച്ചീൻ്റെ സൈഡിൽ നിൽക്കുന്നത് ചേച്ചിയും ഹസ്ബൻഡുമാണ്. ചേച്ചിക്ക് അപ്പയും അമ്മയും ഇല്ല, മരിച്ചു പോയതാണ് ചേച്ചി ചെറുതായപ്പോൾ തന്നെ. അപ്പോൾ ചേച്ചിയും ഹസ്ബൻഡും കൂടെയാണ് അപ്പൻ്റെ അമ്മേൻ്റെ സ്ഥാനത്തായിട്ട് നിൽക്കുന്നത്. 2ാമത്തെ ചേച്ചി വന്നിട്ടില്ല, ആൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് 2ാമത്തെ ചേച്ചി വന്നിട്ടില്ല. അങ്ങനെ ഇതാ കല്യാണ പരിപാടികളൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. ആ സമയത്ത് കറക്റ്റ് മഴ പെയ്തപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഭാഗത്തുള്ള എല്ലാ പായകളും കസാരകളൊക്കെ നനഞ്ഞു. മറ്റേ ടേബിളൊക്കെ നനഞ്ഞിട്ടുണ്ടായി. എന്നിട്ട് സ്റ്റേജ് കെട്ടി എൻ്റെ മുന്നിലുള്ള പന്തലിൽ ഇരുത്തിയിട്ടാണ് ഭക്ഷണം കൊടുത്തത്. അപ്പോഴത്തേക്ക് എല്ലാവരും ടേബിളെല്ലാം എടുത്തിട്ട് അവിടെ ടേബിൾ ഇട്ടിട്ടുണ്ടായി. പിന്നെ കുറേ പേര് അതിന് മുന്നേ വേഗം ഭക്ഷണം കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു, മഴയ്ക്ക് മുന്നേ തന്നെ. അപ്പോൾ പിന്നെ അത്ര തിരക്കൊഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടായി. പിന്നെ കുറേ പേർക്ക്
വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടായി. ഇതിപ്പോൾ ലാസ്റ്റ് വൈകുന്നേരം ആയപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ചായയും കടിയും കൊടുക്കുകയാണ്. ചായയോടെ കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ വീട്ടുകാർ ചെക്കൻ്റെ വീട്ടുകാർക്ക് പെണ്ണിനെ ഏൽപ്പിച്ച് കൊടുത്തിട്ടാണ് പോവുക. ചേച്ചിക്ക് സങ്കടം, ചേച്ചിക്ക് ബേക്കറി കിട്ടാത്തതിന് ചേച്ചിൻ്റെ അത് നോക്കി നിൽക്കുകയായിരുന്നു. അമ്മേൻ്റെ മൂത്ത ചേച്ചീൻ്റെ മോൻ്റെ വൈഫാണ് കേട്ടത്. അവർ ചായ പിടിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതാ പെണ്ണിനെ ഏൽപ്പിക്കുന്ന ചടങ്ങാണ്. പെണ്ണിന്റെ ഫേസ് ബ്രോക്കർ ചേച്ചി ഒന്ന് ഫേസ് നല്ല ഫേസ് കാണിക്കുന്നു. അങ്ങോട്ട് നിൽക്കാവോ? അല്ല അങ്ങോട്ട് ഇങ്ങോട്ട് തിരികെ ചേച്ചി ഇങ്ങോട്ട് മേമയാണല്ലോ പറയുന്നത്. അതെ മോൻ കാണാനാ. ഒന്നിങ്ങോട്ട് നോക്കിയേ, അത് ഒന്നിവിടെ നോക്ക്. കയറി ഒന്നിവിടെ നോക്ക്. ചേച്ചി കുറെ കഴിയുമ്പോ കാണിച്ചു കൊടുക്കാം. ഞങ്ങള് പുറകെ കിടക്കുന്നത് കരയണ. ഭയങ്കര കരച്ചിലാണല്ലോ. വെറുതെ കരയാട്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ വേണ്ടിയിരുന്നില്ല, എന്റെ മേക്കപ്പ് പോയെന്ന്. ഒരാൾ കുറവൊന്നും പറഞ്ഞിട്ടില്ലേ? പറഞ്ഞോ? അങ്ങനെ കല്യാണത്തിൻ്റെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞ് ചേച്ചി ഇതപ്പോൾ റൂമിൽ വന്നിരിക്കുന്നുണ്ട്. ചേച്ചീൻ്റെ ഹെയറും കാര്യങ്ങളൊക്കെ ഇനി അഴിച്ച് വെക്കണം. ഭയങ്കര തലവേദനയൊക്കെ എടുക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ റീനമ്മേൻ്റെ അമ്മേൻ്റെ ചേച്ചീൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി വന്ന് കാണാനുണ്ട്. ഈ മഞ്ഞ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ചേച്ചിയാട്ടോ ഈ കല്യാണാലോചന ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഈ ചേച്ചീൻ്റെ കൂട്ടുകാരിയാണ് കല്യാണ പെണ്ണിൻ്റെ ചേച്ചി. അപ്പോൾ അങ്ങനെ അറേഞ്ച് മാരേജ് ആയിരുന്നു. ബേബി ഇതാ മാമനെയും ആൻറ്റീനെയൊക്കെ കല്യാണം കഴിപ്പിച്ച ക്ഷീണത്തിൽ കിടന്നുറങ്ങുകയാണ്. ഉറക്കം. ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ട് ഉറങ്ങുക. ഇത്ര വിളിച്ചിട്ട് എണീക്കുന്നേ ഇല്ല. നല്ല ഉറക്കമായിപ്പോയി. അങ്ങനത്തെ ചേച്ചീൻ്റെ ഹെയർത്തെ പിന്നും കാര്യങ്ങളൊക്കെ ഊരുന്നുണ്ട്. വീട്ടിൽ പോകാൻ എൻ്റെ മുടി കെട്ടിയത് ചെക്കൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് അവരെന്താ മുടിയൊക്കെ അഴിച്ച് അവിടെ എൻ്റെ ഗ്രേസി ആൻറ്റി അമ്പലയിലെ ആൻറ്റിയൊക്കെ അഴിച്ച് ഇതിലിങ്ങനെ പിന്നി ഒക്കെയാണ് അവരെ അതെന്താ അവരേൽ മാത്രം അങ്ങനത്തെ ചടങ്ങ്? അതായത് പെണ്ണിന്റെ വീട്ടില് ചെക്കന് കുട്ടിക്ക് പരിചയമില്ല. പണ്ടത്തെ ഇതാട്ടോ, ചെക്കനെ കുട്ടിക്ക് പരിചയമില്ല. പിന്നെ നമ്മളിപ്പോ ബെറ്റി ഇവിടെ വന്നു. ബെറ്റിക്ക് ഇപ്പൊ നമ്മളെ നേരത്തെ പരിചയമുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പണ്ടെന്ന് വെച്ചാല് നമുക്ക് അങ്ങനൊന്നും ഇല്ലല്ലോ. കേറി ചെല്ലുന്നു, പുതുമുഖങ്ങൾ കെട്ടിയാണ് തന്നെ അറിയില്ല. ആകെ ഒരു ഭയങ്കര അതേ സമയം ആർസിന് എന്താന്ന് വെച്ചാല് കെട്ടിക്കഴിഞ്ഞ് പെണ്ണിന്റെ വീട്ടിൽ പോയി പെണ്ണ് ആ ചെക്കനായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് 3-4 ദിവസം ഒന്ന് പരിചയപ്പെട്ട് പിന്നെ
ചെക്കൻ്റെ വീട്ടിലേക്ക് പോകും. എവിടെ ജോൺസേ? ഇത് ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റാണ്. അവരിപ്പോൾ തന്നെ അത് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായി. എല്ലാവർക്കും അത് നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ്. പിന്നെ ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ 2 ഷർട്ടുകൾ. ചേച്ചിയും ചേട്ടനൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. കുറച്ച് ആൾക്കാരും കൂടി ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ കൂടി പോയിട്ട് വേണം നമുക്ക് ഈ റൂമൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ചേട്ടനും പപ്പയും അമ്മയൊക്കെ അങ്ങനെ പുറത്തിരുന്ന് ചായ കുടിക്കുകയാണ്. സ്റ്റേജിലൊന്നും ആരുമില്ല കേട്ടോ, എല്ലാവരും പോയിട്ട് ഏകദേശം രാത്രി ആവാനായിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ഈ റൂമാണ് ഡെക്കറേഷൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായില്ല, കാരണം ഞാൻ ഉച്ചയ്ക്ക് തന്നെ പോകുമെന്ന് വിചാരിച്ചിരുന്ന ആളായിരുന്നു. കാരണം ബേബി കച്ചറാക്കിയാലോ വിചാരിച്ചിട്ട് അമ്മയ്ക്ക് അവളെയും കൂടി നോക്കൽ ബുദ്ധിമുട്ടാകും. അപ്പോൾ പിന്നെ അവളെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ച് നിന്ന ആളായിരുന്നു. അങ്ങനെ എന്നെ വിട്ടില്ല, ഉച്ചക്കായപ്പോൾ എന്നെ വിട്ടില്ല, എന്നോട് പോകണ്ടെന്ന് പറഞ്ഞ്. ലാസ്റ്റ് അവിടെ നിന്ന് ചേട്ടനൊരു ഡ്രസ്സൊക്കെ എടുത്ത് തന്നിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് ഏകദേശം സെറ്റായി വരുന്നുണ്ട്. ലാസ്റ്റ് ഭാഗമായിട്ടോ അതിന് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് ആ ഫാനിൻ്റെ മേലെ കൂടെ വന്നിടുന്നുണ്ട്, ഫാൻ ഓഫാക്കിയിട്ട്. അപ്പോൾ അതും കൂടി ചെയ്യാനുണ്ട്. പിന്നെ ബെഡൊന്ന് ശരിക്കും ഒന്നുകൂടി വിരിക്കണം, എന്നിട്ട് ആ ഫ്ലവർ ഒന്ന് സെറ്റ് ചെയ്യണം. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇതാ അവിടെ ബ്യൂട്ടീഷ്യൻ പരിപാടിയാണ്. ചേച്ചീൻ്റെ ഹെയർ ഒന്ന് സ്റ്റെപ്പ് അടിക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ പിടിച്ചിരുത്തിയതായിരുന്നു. പക്ഷേ ഫസ്റ്റത്തെ ലെയർ കട്ട് ചെയ്തപ്പോഴത്തേക്കും ചേച്ചീൻ്റെ അമ്മ വന്ന് ചീത്ത പറഞ്ഞ്. പിന്നെ ആ പരിപാടി ഞങ്ങളവിടെ നിർത്തി. കുറച്ചൊന്ന് വെട്ടി കൊടുത്തിട്ട് പുറകിലോട്ടൊന്നും എടുത്തില്ല, കുറച്ച് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് അടിച്ച പോലെ ആക്കി കൊടുത്തിട്ട് ലെങ്ത്ത് കുറയ്ക്കാണ്ട് അങ്ങനെ ചെയ്ത് കൊടുത്ത് വിട്ട്. പിന്നെ ത്രെഡും ചെയ്യണമായിരുന്നു ചേച്ചിക്ക്, അപ്പോൾ അതും കൂടി ചെയ്ത് വിട്ടിട്ടുണ്ട്. ചേച്ചി മലപ്പുറം ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചറായിട്ട് ഇപ്പോൾ കയറിയതേ ഉള്ളൂ. അപ്പോൾ ചേച്ചിക്ക് ഇക്കൊല്ലം എലക്ഷൻ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചേച്ചി ഇപ്പം തന്നെ പോകുന്നത്. മറ്റേത് പോകേണ്ട ആവശ്യമില്ലായിരുന്നു, എലക്ഷൻ ഡ്യൂട്ടി ആയതുകൊണ്ട് മാത്രമാണ് പോകുന്നത്. സ്കൂൾ പൂട്ടിയതുകൊണ്ട് ചേച്ചിക്ക് വെക്കേഷനായിരുന്നു.
അങ്ങനെ ഞങ്ങളെല്ലാവരും ഫ്രീ ആയി ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. ഞങ്ങൾ ബിരിയാണി ആട്ടോ കഴിച്ചത്. കുറേ പേര് ചോറൊക്കെ കഴിച്ചു. ഞാൻ ബിരിയാണിയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ബിരിയാണിക്ക്. ഞാൻ പപ്പടം കൂടി കൂട്ടുന്നുണ്ട് ബിരിയാണീൻ്റെ കൂടെ. കുറേ പപ്പടം ബാക്കിയായിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് കുറച്ച് പപ്പടം എടുത്ത് ചെക്കനും പെണ്ണ് ഇതാ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മേലെ ഫാനിൽ ഫ്ലവർ വിതറിയത്. കാരണം അതിൻ്റെ ഇടയിൽ ഇവർ മറ്റേ വന്നിട്ട് ഫാൻ ഇട്ടാലോ വിചാരിച്ചിട്ട് ഞങ്ങൾ ഫാനിൽ ഫ്ലവർ വെച്ചിട്ടുണ്ടായില്ല. അങ്ങനെ ഭക്ഷണം കഴിച്ചവർ കിടക്കാൻ നേരത്താണ് ഞങ്ങൾ റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫാനിൽ ഫ്ലവർ ഇടുന്നത്. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഞങ്ങൾക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റിയ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇച്ചായൻ എപ്പോഴാട്ടോ കാണുന്നത്? ഉച്ചക്കേറ്റം പോയതാണ്. അവിടെ ഓരോ സാധനങ്ങൾ കൊടുക്കാനും ഭക്ഷണം വിളമ്പാൻ അങ്ങനെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് ഇറങ്ങിയ ആളാണ്. പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല. പിന്നെ ഇപ്പോഴാണ് ഒന്ന് കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നിന്നൊന്നും നോക്കില്ല, നീയൊക്കെ ക്ലാസ് ഉണ്ടാക്കോ തുടങ്ങാം. ഞാൻ എവിടെ ബാത്റൂമിൽ പോകണം? ഒരു അരമണിക്കൂർ കഴിയുമ്പോ ജോബി ഉറങ്ങിയോ? അല്ല, ഒരു അരമണിക്കൂർ കഴിയുമ്പോ ജോബി ഉറങ്ങിയെന്നാടാ. ഇനി തുടക്കം ഉണങ്ങാൻ വേണ്ടിട്ട് അമ്മായിമ്മന്റെ കുശുമ്പേ തള്ളക്ക് തുടക്കുന്ന സൂര്യ എടുക്കാം. അതല്ലേ തകവല്ലോ അവിടെ. ഇതിപ്പോ ഞാൻ മറ്റേ റൂം പോയാൽ ഇതാണ് സാർ റൂം. നമ്മ പായിട്ട് തുടങ്ങാം അല്ലേ? അപ്പൊ ഓക്കെ ചാനൽ കൂടി ഞങ്ങൾ പോട്ടെ. വെള്ളം വെച്ചോ? അതിനാണ് ഞാൻ ജോലിയുടെ ചെയ്തേട്ടോ. നല്ലത് അറിയണുണ്ടാ? വെള്ളം ഷെഫിലിരിക്കട്ടെ. പാലിന് പകരം ഞങ്ങൾ പിസ്ത കലക്കിയ വെള്ളമാണ് കൊടുത്തത് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്. അടുത്ത് നമ്മൾ പൈറ്റ് വെച്ചത് പൊട്ടിക്കലാണ്. നമ്മളവിടെ പൈറ്റ് വെക്കുക എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് അറിയില്ല. അപ്പോൾ പൈസ ഒക്കെ ഇട്ട് വെക്കുന്ന പെട്ടി ഉണ്ടല്ലോ, ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പേരൊക്കെ പൈസ ഇട്ട് വെക്കുമല്ലോ, ആ പെട്ടി തുറക്കുന്ന ചടങ്ങാണ് കേട്ടോ ഇപ്പോൾ ഇത്. അല്ലേ അതിലുണ്ടെന്ന് എന്താ ചില മാങ്ങ അതിലുണ്ടെന്ന് വരാണ്ട് എടാ ആ
നാളെ അറിയാം ഓലക്ക അങ്ങാ കമ്പ്യ കൊല്ലം നമ്മളെന്തായാലും ഉണ്ടാവും പണിയെടുക്കണ്ടോ മൂന്ന് കുറച്ചാതെ അതറിയാത്തോണ്ട് ഒറ്റ കാലിലെ നിൽക്കുള്ളൂ ഇതൊക്കെ ഇവിടെ വാ. ഞാനേ അങ്ങനെ എത്തിയിട്ടാ ഒന്ന് പൊട്ടി ഈ സാധനം അങ്ങോട്ട് മാറ്റി കിടക്കും. പിന്നെ അല്ല പപ്പുനോട് പറയാൻ മൂന്നെണ്ണം. നിങ്ങള് വെച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ വെച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ കുറവുണ്ട് നാളെ രാവിലെ തന്നെ അവരെ വിളിക്കണം അവര് പൈസ എത്തിക്കാൻ പറഞ്ഞു കേട്ടല്ലോ പൈസ കുറവ് രാത്രി വിളിച്ചവരോട് അവര് പൈസ എത്തിക്കാൻ പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞ വർഷം 9 വർഷമാണ് വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ മൂല്യം കൂടി പൈസ അങ്ങനെ കാണിക്കില്ല അത് മാതൃക പറ്റിയാ ഇത് ചിലപ്പോ ഇതിലെ കൂടെ പോക്കറ്റിലൊക്കെ വരും അത് ഐശ്വര്യായിട്ട് കേട്ടോ ഐശ്വര്യ പേരില്ല. പേരില്ലാത്ത കമ്പനി കേട്ടോ അങ്ങനെ ആ കല്യാണം അങ്ങ് കഴിഞ്ഞു. എല്ലാവരും അടിച്ചു പൊളിച്ചു, നല്ല ഹാപ്പി ആയിരുന്നു. കല്യാണ ചെക്കനും കല്യാണ പെണ്ണിനും വിവാഹമംഗള ആശംസകൾ നേരുന്നു.